എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് ഇത്ര പോസിറ്റീവായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണേന്ന്. ഞാൻ പറയാം, ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമുക്ക് പിന്നെ സങ്കടം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമുക്കുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ ആദ്യം തൃപ്തിപ്പെടണം, സന്തോഷിക്കണം. നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നമ്മളെപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് അതിൽ സന്തോഷിച്ച് ജീവിക്കണം. എല്ലാവരും നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. നമ്മളൊരിക്കലും ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ അത്ര പോലും ഇല്ലാത്ത എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ നമുക്കൊരിക്കലും നമുക്കില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേയില്ല. ഇനി അടുത്തത്, നമ്മൾ ആരെയും മാനസികമായും ശാരീരികമായും വിഷമിപ്പിക്കരുത്. ഈ ശരീരം കൊണ്ട് തല്ലുന്നതും ഉപദ്രവിക്കുന്നതും മാത്രമല്ല പീഡനം അല്ലെങ്കിൽ സങ്കടപ്പെടുത്തൽ. നമ്മുടെ മനസ്സിനേൽക്കുന്ന പീഡനം അസഹനീയമായിരിക്കും. ശരീരത്തിന് വേദന എടുക്കുന്നതിലും കൂടുതൽ നമ്മുടെ മനസ്സിന് വേദന എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് ആരെയും മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ വേദന എടുപ്പിക്കാതെ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തുവാക്കുകൾ പറയുക, പരിഹസിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കുക, ഇതെല്ലാം അതിൽ പെടും. വെറുതെ ഒരു തമാശനായിരിക്കും നമ്മൾ മറ്റൊരാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചെറുതാകുമ്പോൾ ചിലർക്ക് അതൊരു വലിയ മാനസിക സംഘർഷം ഉണ്ടാകും, വലിയ മനപ്രയാസം ഉണ്ടാകും. അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കണം. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം പറയാതിരിക്കുക. എന്ന് വെച്ചിട്ട് മനുഷ്യനാണ്, കള്ളം പറയാത്ത മനുഷ്യർ ലോകത്തുണ്ടാവില്ല, പറയും. പരമാവധി നമ്മൾ അസത്യം പറയാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുക. അതുപോലെ തന്നെ അപ്രിയ സത്യം പറയാതിരിക്കുക. അപ്രിയ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അറിയാം അവർക്കും അറിയാം അവർ പറയുന്നത് കള്ളമാണെന്ന്. അല്ല, അവർക്കും അറിയാം നമുക്കും അറിയാം ഈ സംഭവം സത്യം, അതൊരു സത്യമാണ്, പക്ഷെ അതൊരു ഇഷ്ടപ്പെടാത്ത സത്യമായിരിക്കും. അത് ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ കുട്ടിക്ക് മാർക്ക് കുറവാണ്, ജസ്റ്റ് പാസ്സേ ഉള്ളൂ, പക്ഷെ അയാൾ വേറൊരു സദസ്സിൽ വെച്ച് പറയാണ് എൻ്റെ മകന് ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ വേഗം ചോദിക്കുകയാണ്, തൻ്റെ മകന് ജസ്റ്റ് പാസ്സല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അവർക്കത് ഇഷ്ടപ്പെടും? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എന്നാൽ അത് സത്യമാണെന്ന് അയാൾക്കും അറിയാം നമുക്കും അറിയാം. അതാണ് അപ്രിയ സത്യം, അതായത് പ്രിയമല്ലാത്ത സത്യം. അത് നമ്മൾ പരമാവധി പറയാതെ ഇരിക്കുക തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും പുഞ്ചിരിക്കാം. അല്ല, എല്ലാവരെയും നോക്കിയും ഒരു പുഞ്ചിരി അങ്ങോട്ട് കൊടുക്കുക. നമുക്ക് യാതൊരു കൈനഷ്ടമില്ലാത്ത കാര്യമാണ്. നമുക്കും ഒരു സന്തോഷവും പോസിറ്റീവ്നെസ്സുമാണ്, അത് കാണുന്നവർക്കും സന്തോഷവും പോസിറ്റീവ്നെസ്സുമാണ്. നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും, ദുഃഖങ്ങളും ദേഷ്യങ്ങളും ഉണ്ടാവും. വീട്ടിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു മുഖവുമായിട്ട് നമ്മൾ ഒരിക്കലും ഗേറ്റിന് പുറത്തേക്ക് പോകരുത്. നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ നമ്മൾ മാറുക, അത് അവിടെ വച്ചേക്കുക. ചിരിച്ച് സംസാരിച്ച് അറിയുന്നവരാണെങ്കിൽ നോക്കിയിട്ട് ചിരിച്ചിരിക്കുക, എവിടെ പോകാമെന്ന് ചോദിക്കുക, വിശേഷം ചോദിക്കുക, പാസ് ചെയ്യുക. അപ്പം നമ്മൾ അറിയില്ലാത്തവരാണ് ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചാലും, എന്നെ നോക്കി ചിലപ്പോൾ ഒരു പരിചയമില്ലാതെ ചിരിച്ചാലും ഞാൻ വെറുതെ തിരിച്ച് ചിരിക്കും. കാരണം നമ്മുടെ ആ ചിരി കൊടുക്കുമ്പോൾ നമുക്കും ഒരു നല്ലൊരു പോസിറ്റീവ്നെസ്സാണ്, അവർക്കും അതെ. അതേസമയം ഒരാൾ നമ്മളെ നോക്കി ചിരിച്ച് നമ്മൾ നോക്കാണ്ട് മുഖം വീർപ്പിച്ച് പോയാൽ അവർക്കതൊരു മാനസിക വിഷമം ഉണ്ടാകും. നമുക്കൊരു പരിചയമില്ലാത്ത ആളായിരിക്കും അല്ലേ. അപ്പോൾ അതും ഒരു പ്രധാന പോയിന്റ് തന്നെയാണ്. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. 5ാമത്തെ പോയിന്റ് എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ എല്ലാവരും വലിയ റിച്ചൊന്നും ആവണം എന്നില്ല. എല്ലാവരും ധനികരൊന്നും അല്ലല്ലോ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. എങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. ഇപ്പോൾ 10 രൂപയാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കതേ സഹായിക്കില്ലെങ്കിൽ അത് കൊടുക്കുക. ഇനി നമുക്ക് കൊടുക്കാൻ നിവർത്തിയില്ല എങ്കിൽ, കേട്ടിട്ടില്ലേ ഊണ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഊട്ടുവരെ കാണിച്ചു കൊടുക്കുക എന്ന്. അതുപോലെ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് സഹായം കിട്ടുന്ന രീതിയിലുള്ളൊരു വഴി കാണിച്ചു കൊടുക്കാം നമുക്ക്, ഇല്ലേ. അതുപോലെ നമുക്ക് ഭക്ഷണം ഇപ്പോൾ ഇത്തിരി ബാക്കി വന്നു, വെറുതെ കൊണ്ടുപോയി വേസ്റ്റ് കളയും, കഴിക്കുന്നവർക്ക് കൊടുക്കില്ല.
അങ്ങനെയൊന്നും ചെയ്യാതെ അത് അർഹരായിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുത്താൽ, ഇപ്പോൾ ഭക്ഷണത്തിനൊന്നും പഞ്ഞമില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഭക്ഷണം ബാക്കി വന്നാൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തി ഒരുപാട് ഭക്ഷണം വന്നു, ആർക്കും വേണ്ടി ഇപ്പോൾ ആർക്കും നേരത്തെ അങ്ങനെയല്ല, നമ്മൾ അയൽവക്ക വീടുകളിലൊക്കെ കൊണ്ടു നടന്ന് കൊടുത്ത് നമ്മളത് തീർക്കും. പക്ഷേ ഇപ്പോൾ ആർക്കും കൊണ്ടു നടന്ന് കൊടുക്കാനും നേരമില്ല, വന്ന് മേടിക്കാനും നേരമില്ല. പക്ഷെ അത് നമ്മൾ പരമാവധി കഴിക്കുന്ന എവിടെയെങ്കിലും അത് വേസ്റ്റ് ആയതിനു ശേഷമോ അല്ലെങ്കിൽ ചീത്തയായതിനു ശേഷമോ നിൽക്കരുത്. ആ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഈ സാധനം നമുക്ക് ചിലവാവില്ല എന്ന് കണ്ടാൽ അത് അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷം ഉണ്ടാവും. നമ്മൾ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ നമ്മൾ കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു തരത്തിലും ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് ദോഷവും കിട്ടും. നമ്മളൊരാളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലും ആ ഒരു നെഗറ്റീവ്നെസ് വരുന്നുണ്ട്. അത് നമ്മളുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ബോഡിയെയും അത് ബാധിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷത്തോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിനും ശരീരത്തിനും നമ്മളൊന്നുകൂടി ചെറുപ്പമായിട്ട് വരും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ശരിക്കും നമ്മളുടെ മനസ്സിനും നല്ലൊരു മാറ്റം കിട്ടും ഇങ്ങനെ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായിട്ടുണ്ട്? അതുപോലെ പരമാവധി ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഭക്തി, അമ്പലത്തിൽ തൊഴുത് മാറൂല, അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അമ്പലത്തിൽ അത്രയും വിളക്ക് തേച്ചു, ഞാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ ഇത് ചെയ്തു അത് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക. അതിന് കണക്ക് പറഞ്ഞ് വേറൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നു, അല്ലേ? അതുപോലെ അമ്പലത്തിൽ 2 നേരവും പോകുന്നവരാണ്, പക്ഷേ അവിടെ ഇരുന്ന് പരസ്പരം മറ്റുള്ളവരുടെ നെഗറ്റീവുകളാണ് പറയണമെങ്കിൽ ആ തൊഴിലിന് യാതൊരു ഫലവുമില്ല. മനസ്സിലായിട്ടുണ്ടോ? വെറുതെ ഒരാൾ അങ്ങോട്ട് പോകുന്ന ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ദേവിയെ പറ്റി നമ്മൾ ഞാൻ അമ്പലത്തിൽ ഭയങ്കര കാലത്ത് പോവും, വൈകുന്നേരം പോവും, പ്രാർത്ഥിക്കും, നാമം ജപിക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ അമ്പലത്തിൽ ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നി അമ്പലത്തിൽ പോവാതിരിക്കുക, തെറ്റല്ലേ? ദേവിയോടാണോ മനുഷ്യരോടാണോ നമുക്ക് വഴക്ക്? നമുക്ക് ആരോടാണ് വഴക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൗവനം നിലനിൽക്കും, നിങ്ങൾ ചെറുപ്പമായി വരും, നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടും, നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും. പ്രവർത്തിച്ചു നോക്കിക്കോളൂ.